ഇതിനിടയിൽ രക്ഷപ്പെട്ട് അദ്ദേഹം കയറിപ്പോകാനുള്ള ഒരു സാധ്യത കൂടി നാട്ടുകാരൊക്കെ പറയുന്നുണ്ടല്ലോ. സാധ്യത ഇപ്പം എന്താ പറയാൻ പറ്റില്ല. പുള്ളി നോർമലാണല്ലോ, അപ്പം ഇങ്ങനെ ഒരു സെർച്ച് നടത്തുമ്പോൾ ഇപ്പം അങ്ങനെ ചെയ്യോ, അപ്പം അതും കൂടി ഒരു സംശയമുണ്ട്. മുന്നോട്ട് പരിശോധനയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണല്ലോ പോകാൻ തന്നെയാണ് തീരുമാനം. അതെ. ഉന്മേഷ്, ഈ പ്രദേശത്തേക്ക് സംഭവം പറഞ്ഞ് കൂടുതൽ ആളുകൾ കൂടി എത്തുന്നുണ്ട്. അവരെ നിയന്ത്രിക്കാനായി കൂടുതൽ പോലീസ് സന്നാഹവും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളും കാണുന്നത് ഈ ഓട നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുമാത്രമല്ല, മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഈ ഓടയുടെ കൈവരികളിൽ ആദ്യ സമയത്ത് വെള്ളം കയറി കിടന്നിരുന്നു. അപ്പോൾ അവിടേക്ക് അദ്ദേഹം പെട്ടുപോകാനൊരു സാഹചര്യമുണ്ടോ, സാധ്യതയുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. ഈ റോഡിൽ ഈ ഓടയിൽ ഫയർഫോഴ്സിന്റെ പരിശോധന നടക്കുന്നതിനൊപ്പം തന്നെ നാട്ടുകാരുടെ സമാന്തരമായ പരിശോധന മറ്റിടങ്ങളിലും മറ്റ് കൈവരികളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്താണെങ്കിലും പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 56 വയസ്സുകാരനായ കോവൂർ സ്വദേശിയായിട്ടുള്ള ശശിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഉള്ളത്. ഉന്മേഷ്, രാഹുൽ, ഈ നാട്ടുകാർ എന്താണ് നൽകുന്ന വിവരം ഇത് സംബന്ധിച്ച്? അദ്ദേഹം എങ്ങനെ ഇതിൽ വീണുപോയി എന്നാണ് പറയുന്നത് രാഹുൽ? ഉന്മേഷ്, രാത്രി 8 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. അദ്ദേഹം ഈ MLA റോഡിലുള്ള മാതൃഭൂമി വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അബദ്ധത്തിൽ ഈ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞു വീഴുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. അതാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ഈ അപകടത്തിൽ പെട്ടു എന്ന കാര്യം വേഗത്തിൽ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനും ആ വിവരം ലഭ്യമാകാൻ കാരണമായത്. അതിന് പിന്നാലെ ആ സാഹചര്യത്തിൽ ആളുകൾക്ക് ഈ വെള്ളത്തിലിറങ്ങി പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. കാരണം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഈ ഓടയിൽ ഉണ്ടായിരുന്നു. നിറഞ്ഞു കവിഞ്ഞ് റോഡിലേക്ക് ഉൾപ്പെടെ വെള്ളം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ നാട്ടുകാർക്ക് രക്ഷാപ്രവർത്തനം നേരിട്ട് നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഫയർഫോഴ്സ് എത്താൻ അവർ കാത്തിരുന്നത്. അതിനുശേഷം വെള്ളം ഇറങ്ങിയപ്പോഴാണ് പിന്നീട് നാട്ടുകാരും ഈ പരിശോധനയ്ക്കായി നേരിട്ട് ഇവിടേക്ക് ഇറങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംയുക്തമായുള്ള പരിശോധന ആരംഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത്. അദ്ദേഹം ഈ ശശി, 56 വയസ്സുള്ള ശശി വെള്ളക്കെട്ടിലേക്ക് വീണത് ആളുകൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചേട്ടൻ, ഈ ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അപ്പുറം വരെ പരിശോധന നടത്തി തോന്നുന്നു അല്ലേ? ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങിയിട്ടൊന്നും ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതലായിരുന്നു ഇവിടെ വെള്ളം ഞങ്ങൾ വരുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ഇറങ്ങാനുള്ള ഒരു സാഹചര്യമല്ല. പിന്നെ അത് വെള്ളം ഒഴിഞ്ഞ സമയത്ത് ഞങ്ങൾ അവിടെ വീണെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കുറച്ച് ഭാഗത്ത് ഞങ്ങൾ തന്നെ ഇറങ്ങി തെരഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കിലോമീറ്ററോളം, ഒരു കിലോമീറ്റർ അല്ല, 100 മീറ്ററോളം സ്ലേവ് ആയിരുന്നു. പിന്നെ ആ സ്ലേവ് എത്തിയാൽ ഞങ്ങൾ അവിടെ നിർത്തിയതാണ്. പിന്നെ ഫയർഫോഴ്സുകാർ വന്നിട്ടാണ് പിന്നെ തെരഞ്ഞത്. വീട് എന്ന് പറഞ്ഞ സ്ഥലം തൊട്ട് ഇവിടം വരെ ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടില്ല. ആ സമയത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. മഴയുണ്ടായിരുന്നു. ഒരിടത്തും മൂടിയില്ല അല്ലെ? അല്ല, ഈ തടയണകളില്ലേ, ഒരു പൈപ്പിന്റെ അതേമാതിരി തന്നെ നമ്മളെ കുറച്ച് അവിടെയൊക്കെ ഞങ്ങൾ ഈ വടിയൊക്കെ ഇട്ട് കുത്തി നോക്കിയിട്ടൊക്കെ പോകുന്നതാണ്. ഇവിടെ മുതൽ താഴെ മുതൽ ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് അവിടെയൊക്കെ കുത്തി നോക്കി പോകുന്നതാണ്. അവിടെ ഒന്നും കണ്ടിട്ടില്ല ഞങ്ങൾ. പിന്നെ എന്തായാലും ഒരു ആളാവുമ്പോൾ എന്തായാലും അവിടെ എവിടെയെങ്കിലും തറഞ്ഞു നിൽക്കല്ലോ. പക്ഷെ അതൊക്കെ ഞങ്ങൾ നോക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു കുറേ ഭാഗം ഞങ്ങൾ തന്നെ നോക്കിയിട്ടുണ്ട്. സ്ഥലത്ത് പോലും ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാത്ത റോഡാണ് കടന്നു പോകുന്നത്. കോവൂരിൽ നിന്നും ഹൈലൈറ്റ് മാൾ വരെ പോകാവുന്ന വലിയൊരു റോഡാണ്. ആ റോഡിൽ ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ തന്നെ ഉള്ള ഒരു എന്താ പറയുക, ഒരു ബാരിക്കേഡ് പോലും വെക്കാതെ, അല്ലെങ്കിൽ ഒരു കമ്പി വേലി പോലും വെക്കാതെ ഉള്ള ഈ ഡ്രെയിനേജിന് ഒരു സുരക്ഷ പോലും നൽകാതെയാണ് ഇപ്പോൾ ഈ അധികാരികൾ, എന്താ പറയുക, PWDയും പഞ്ചായത്ത്. അതാണ് നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒരു മൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഡ്രെയിനേജിന് ഒരു മൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ. ശരി രാഹുൽ, ഏതായാലും ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. രാഹുൽ സുരേഷാണ് സംഭവ സ്ഥലത്തും തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്.